ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്കും ഷെയറും ചെയ്യുക. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബൈജൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു പഴയകാല വീഡിയോ ആണ്. എൻ്റെ മക്കള് വീഡിയോ പിടിച്ചെടുത്തതാണ്, ഞാൻ കാണാതെ അവിടെ ഉച്ചയ്ക്ക് ഇരുന്നപ്പോൾ അവർ പിടിച്ചൊരു വീഡിയോ ആണ്. ഇതൊരു 2 വർഷം 2.5 വർഷം പഴക്കമുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഈ കാണുന്ന പൂച്ച നമ്മുടെ കാവൽക്കാരിയാണ്. ഈ നമ്മുടെ കോഴി വളർത്തലിൻ്റെയൊക്കെ ഒരു ഈ പറമ്പിലെ കാവൽക്കാരിയാണ് അവൾ. പട്ടിക്ക് പകരം പട്ടി എന്ന് പറയണത് കുഴപ്പമാണെന്ന് എനിക്കറിയില്ല. നമ്മൾ പട്ടിക്ക് പകരമായിട്ട് കാവലിന് ഉപയോഗിക്കുന്നൊരു ഇതാണ് ഇപ്പോൾ പൂച്ച എന്ന് പറയുന്നത്. എൻ്റെ വീട്ടിലെ ഈ പൂച്ച ഞാൻ ജോലിക്ക് പോയൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു പൂച്ചയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ വീഡിയോ കാണുന്നത് ഞാൻ പറയാം. ഇപ്പോൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ അതിന് ശേഷം കാണിച്ച വീഡിയോ, ഇപ്പോൾ കാണിക്കുന്ന വീഡിയോയിലൊന്നും ഈ പച്ചക്കറിയൊന്നും ഇല്ല. ഇതിപ്പോൾ ഇവിടെ മുളകുണ്ട്, പിന്നെ റോസാ ചെടി, ആഷ് കളറിലെ റോസാ ചെടിയുണ്ട്, ലൈറ്റ് കളറിലെ. അതുപോലെ നിൽക്കുന്ന വാഴ, അവിടെ പച്ചവളാണ് നിൽക്കുന്നത്, പച്ചവളകുണ്ട്. അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ പിടിക്കാനോ അല്ലെങ്കിൽ വീഡിയോ കാണിക്കാനോ വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന ഒരു സംഭവമല്ല ഈ പച്ചക്കറി കൃഷി അല്ലെങ്കിൽ കോഴി വളർത്തലെന്നൊക്കെ. ഞാൻ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഉപജീവന മാർഗമായിട്ട് ചെയ്തേക്കുന്ന ഓരോ പരിപാടികളാണിത്. അത് കുറഞ്ഞ സ്ഥലത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ എപ്പോഴും പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനൊരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു മിഡിൽ ക്ലാസ് ഒന്നും പറയാൻ പറ്റില്ല, അതിനേക്കാൾ താഴെയാണ്. എന്നാൽ ലോക്കൽ എന്ന് പറയാൻ പറ്റും, അത് അതിനേക്കാളും മേലെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു 6 സെൻറ്റ് സ്ഥലമാണ് എനിക്കുള്ളത്. ഈ 6 സെൻറ്റ് സ്ഥലത്തിൽ 3 സെൻറ്റ് സ്ഥലത്തിൽ വീടാണ്. അതിനകത്ത് പിന്നീടുള്ള സ്ഥലങ്ങളിൽ കുറച്ച് ഭാഗമേ അതിനകത്ത് ബാക്കിയുള്ളൂ. ബാക്കിയുള്ള ഈ 3 സെൻറ്റ് സ്ഥലത്തിലാണ് ഞാൻ ഈ പറഞ്ഞ തരികിട പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ 3 സെൻറ്റ് സ്ഥലത്തിൽ കൃഷി ചെയ്യും. ഞാനതിപ്പോൾ ഇതിനകത്ത് കൃഷി ചെയ്യുന്നത് ഇപ്പോൾ കൊച്ചി നിന്നപ്പോൾ അവിടെ വെയിൽ ഭയങ്കരമായിട്ട് അടിച്ചുകൊണ്ടില്ലേ. അവിടെ വെയിൽ അടിച്ചതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ലോണം വെയിൽ കിട്ടുന്നുണ്ട്. ഈ പറമ്പിൽ ഇപ്പോൾ ഒരു സാധനങ്ങളും ഇതിനകത്ത് നട്ടുപിടിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല വെയിലായിരിക്കുള്ളൂ. നമുക്ക് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പുകഞ്ഞു അതുപോലത്തെ ചൂടായിരിക്കും. അപ്പം അത് ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ടും ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, എന്നാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു വെണ്ടയ്ക്കാണ് നിൽക്കുന്നത്. വെണ്ടയാണത്, നേരത്തെ ഉണ്ടായിരുന്നതാണ് വെണ്ട. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വേണ്ടിയിട്ടുള്ള കൃഷി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള നമ്മുടെ പറമ്പിൽ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത് നിർത്തിയേക്കുന്നത്. ഒരു വാഴ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഴ 8 മാസം 5 മാസം 6 മാസം കഴിയുമ്പോൾ അതിനകത്ത് കൊലയിട്ട് കഴിഞ്ഞാൽ കുടപ്പനുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിരുന്നു, കുറച്ച് ഒരു 2-3 ആഴ്ച മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. മറ്റേ ഒരു കൊല കാണിച്ചുകൊണ്ട്, അത് റോബസ്റ്റാണത്, നാടൻ റോബസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ കൊല കാണിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ഇതിന് മുമ്പത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണുന്നത് കൊല, ഇതിന് മുമ്പത്തെ കൊല. അതിന് ശേഷമുള്ള കന്നിൻ്റെ വീഡിയോ ആണ് ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ടത്. 2 ആഴ്ച മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിരുന്നത്. അതിന് ശേഷമുള്ള കന്നാണത്. ഇത് ആദ്യമായിട്ട് ഞാനൊരു ജോലിക്ക് പോയ സ്ഥലത്തു നിന്ന് എനിക്ക് കിട്ടിയ ഒരു വാഴക്കന്നാണ്. ആ വാഴക്കന്ന് പുള്ളി എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ എനിക്ക് തന്നതാണത്. അപ്പോൾ ഞാനത് കൊണ്ട് നട്ടിട്ട് എനിക്ക് ആദ്യത്തെ ഈ പ്രാവശ്യം ഇപ്പോൾ കാണുന്നത് വളരെ വലിയ കൊലയൊന്നും ഇതിനകത്ത് ഉണ്ടായില്ല. പടല കുറവായിരുന്നു, കുറച്ച് പടലേ ഉണ്ടായുള്ളൂ. ഒരു 7-8 അങ്ങോട്ടേ ഉള്ളൂ, കുറച്ചുള്ളൂ. അപ്പോൾ സങ്കടം തോന്നി. എന്നിരുന്നാലും ഈ സംഭവം ഒരുപാട് നമുക്ക് ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, തിന്ന് തീർക്കാൻ പറ്റില്ല ഈ സംഭവം. പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപറ തിന്നാനൊന്നും പറ്റുന്നില്ല. അപ്പം അത് കാരണം എനിക്ക് അന്ന് കുറച്ചുണ്ടായപ്പോൾ നല്ല സങ്കടം തോന്നി. പക്ഷെ ഇപ്പം എൻ്റെ ഉണ്ടായിരിക്കണത് നിറച്ചുണ്ടായിട്ടുണ്ട്. 12-13 പടലയാണ് ചിങ്ങമ്പഴം ഉണ്ടായിരിക്കണത്. എന്നെ സംബന്ധിച്ചൊരു 6 പടല 5 പടല 6 പടല അതൊക്കെ മതി. കാരണം നമുക്ക് ഇത് ചെറുപറ നിന്നുകൊണ്ടിരിക്കാനൊന്നും പറ്റുന്നില്ല. കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ആളുകൾക്ക് കടയിൽ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരുമാതിരി കൊടുക്കുമ്പോൾ പുച്ഛമാവണം ആളുകൾക്ക്. നമുക്കത് അതിനുള്ള മൂല്യം കിട്ടാറില്ല. അപ്പം വീട്ടിൽ നമുക്ക് സാധാരണ വളങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ വെറുതെ മറ്റ് ജൈവവളങ്ങൾ കെമിക്കലൊന്നും ഉപയോഗിക്കാതെ വളത്തിന് നാച്ചുറലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം, അല്ലെങ്കിൽ പഴം കഴിക്കാം, അല്ലെങ്കിൽ പച്ചക്കറികൾ കഴിക്കാം എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്
ഞാനൊരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ഉള്ള പറമ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു ലാഭം, അതിൽ നിന്ന് ലാഭം എന്ന് പറയുന്നത് അന്ന് എന്തെങ്കിലും കിട്ടുമ്പോൾ ഒരു നേരത്തേക്കുള്ള ഭക്ഷണം, ഒരു നേരത്തേക്കുള്ള കറി, ഇതൊക്കെ നമുക്ക് നമ്മുടെ പറമ്പിൽ തന്നെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു സഹായമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പറമ്പ് വെറുതെ വേസ്റ്റ് ചെയ്ത് കളയാതെ ആ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതൊരു ലാഭമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഞാനത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണത്. വാഴയും പപ്പായയും മെയിൻ നമ്മുടെ ഒരു സംഭവമാണത്. ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ് അതൊക്കെ. വാഴ, പപ്പായ, വാഴയിൽ പറഞ്ഞ പോലെ കുടപ്പൻ, ഈ പറഞ്ഞ പോലെ കുടപ്പൻ നമുക്ക് കൊലയായി കഴിഞ്ഞാൽ കുടപ്പൻ കറി വെക്കാം. ഒന്ന് 2 പച്ചക്കായ നമുക്ക് ഒലത്തിയെടുക്കാം. അതിപ്പോൾ ഏത് പഴമായാലും ഒരു പകുതി മൂപ്പാകുമ്പോഴേക്കും നമുക്കതിനെ ഒലത്തിയെടുക്കാൻ പറ്റും. അത് പഴുത്ത് കഴിഞ്ഞാൽ ആ പഴം കഴിക്കുകയും ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൊല വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പിണ്ടി എടുത്ത് നമുക്ക് അപ്പോഴും പയറോ ചെറുപയറോ ഒക്കെ ഇട്ട് നമുക്ക് കറി വെക്കാം. അപ്പം 4 ഗുണങ്ങൾ അതുകൊണ്ടുണ്ട്. 4 അല്ല 5 ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണമാണ് നമ്മൾ പറഞ്ഞ കുടപ്പൻ. രണ്ടാമത്തെ ഗുണമാണ് അതൊരു മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ കായ് എടുത്ത് നമുക്ക് കറി വയ്ക്കാവുന്നത്. മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നതാണ് പഴം പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കാം. നാലാമത്തെ ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ പിണ്ടി നമുക്ക് കറി വയ്ക്കാം. 5ാമത്തെ ഗുണം പറമ്പിൽ തണൽ തരും എന്നുള്ളതാണ്. ആ പരിസരത്ത് തണൽ കിട്ടും, അതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് തണൽ കിട്ടും. ഇത് അപ്പോൾ 5 ഗുണങ്ങളാണ് അതുകൊണ്ടുള്ളത്. അതൊരു നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ 5 ഗുണങ്ങൾ ഈ വാഴക്കുണ്ട്. അതുപോലെ തന്നെ പപ്പായ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മാസം കഴിയുമ്പോഴാണ് അതിനകത്ത് കായ ഉണ്ടാവുന്നത്. അത് കായ ഉണ്ടായി കഴിഞ്ഞാൽ തിന്നെങ്കിൽ വിരക്കും മറ്റ് വയറിനുള്ള കംപ്ലൈൻറ്റുകളൊക്കെ മാറാനൊക്കെ നല്ലതാണ് ഈ പപ്പായ. അതുപോലെ പപ്പായ പഴുത്ത് കഴിഞ്ഞാൽ അതും കഴിക്കാം. അപ്പോൾ അത് രണ്ടും നല്ല ഗുണങ്ങൾ. എൻ്റെ മക്കളും എൻ്റെ ഭാര്യയൊക്കെ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കണം അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ചക്ക, മാങ്ങ, ചാമ്പക്ക, പണിക്കുള്ള സ്ഥലങ്ങളിൽ എനിക്ക് കിട്ടുന്ന ജോലിക്കുള്ള സ്ഥലങ്ങളിൽ കിട്ടുന്നതൊക്കെ ഞാൻ കൊണ്ടുവന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ അത് അവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ ഇതിനു മുമ്പത്തെ ഞാൻ നേരത്തെ വളർത്തിക്കൊണ്ടിരുന്ന ഗ്രാമശ്രീ കോഴികളാണ്. പൂവനാണ് നമുക്ക് കൂടുതൽ ഞാൻ വളർത്തുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, പൂവനാണ് ഞാൻ കൂടുതലും വളർത്തുന്നത്. അപ്പോൾ പൂവനാണ് ഇത് പഴയ കൂടാണ് കേട്ടോ. ഇപ്പം ഞാനിത് കാണിച്ച കൂടിൻ്റെ തന്നെ വേറൊരു ഇതാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ ഒരു സൈഡിൽ കിടക്കുന്ന കൂടാണ് ഇത്. അതിൻ്റെ അപ്പുറത്തുള്ളതാണ് കാണിക്കുന്നത്. ഞാൻ കാണിക്കുമ്പോൾ അതിൻ്റെ വീഡിയോയിലുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ പൂവനിലുള്ള ബാക്കിയുള്ള പെടകളും മറ്റുമൊക്കെ കിടക്കണം. എൻ്റെ ഇളയ മോള് അവള് കൂട്ടി കയറിയിരിക്കുകയാണ്. എന്നാൽ അപ്പുറ സൈഡിൽ വൈറ്റ് സിമെൻ്റ് ഒക്കെ അടിച്ചിട്ടേക്കണ കൂടിപ്പോൾ പുതിയത് പണിത് ഇട്ടേക്കാണിത്. ഇപ്പം എന്ന് പറയണത് വർഷം 2 കഴിഞ്ഞ് 2-2.5 വർഷത്തിന് മുമ്പുള്ളതാണത്. ആ സൈഡിലുള്ളത് അവന് വൈറ്റൊക്കെ അടിച്ചിട്ടേക്കാണ്. അപ്പോൾ ആ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സൈഡിൽ കോഴികളെ കിടപ്പുണ്ട് 2 എണ്ണം. ഞാനവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ പോലെ അന്ന് മുടിയൊക്കെ വളർത്തി ഒരുമാതിരി കാടൻ ജാതിയായി പോയി ഇരിക്കണായിരുന്നു ഞാൻ. ഇപ്പോൾ മുടിയൊക്കെ വെട്ടി ക്ലിയർ. ഒരു വെറൈറ്റി ആയിട്ട് അങ്ങനെ ചെയ്താണ് മുടിയൊക്കെ വളർത്തിയത്. ഇപ്പോൾ കുഞ്ഞിത് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇരിക്കുകയാണ്. ഇത് നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ടേക്കുന്ന ഷെഡാണിത്. ഈ ഷെഡ് ഇപ്പോഴത്തെ അവസ്ഥ ഇതല്ലേ. ഇപ്പം ഈ കാണുന്ന പൊസിഷനിൽ ഇപ്പം കോഴിക്കുഞ്ഞുങ്ങളാണ് മൊത്തത്തിൽ ഷെഡ് കെട്ടിയിട്ട് അതിനകത്ത് കോഴിക്കുഞ്ഞുങ്ങളാണ് ഈ കാണുന്ന പോർഷൻ മൊത്തം. നേരത്തെ സൈഡിൽ കൂടെ നമുക്ക് നടക്കാമായിരുന്നു. ഇപ്പം എനിക്ക് നടക്കാൻ പറ്റൂല. ഇവിടെ മൊത്തത്തിൽ ഒരു കൂടാക്കിയേക്കാണ്. അപ്പോൾ അവിടെ അന്നും ഇപ്പം എൻ്റെ ഈ സ്ഥലത്ത് ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കോവയാണ് കിടക്കണത്. കോവക്കയുണ്ട്. മക്കൾക്കും ഭാര്യയ്ക്കൊക്കെ കോവക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കോവക്ക നട്ടിട്ടുണ്ട്. പിന്നെ മറ്റേ മുരിങ്ങാക്കോല് നട്ടിട്ടുണ്ട്, ചേമ്പ് നട്ടിട്ടുണ്ട്, വാഴ നട്ടിട്ടുണ്ട്, പപ്പായ നട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ 3 സെൻറ്റ് സ്ഥലത്ത്, ഞാൻ നേരത്തെ പറഞ്ഞു 3 സെൻറ്റ് സ്ഥലത്തിലാണ് എൻ്റെ വീട് ഇരിക്കുന്നത്. ബാക്കി 3 സെൻറ്റ് സ്ഥലത്തിലാണ് കോഴി വളർത്തുന്നതും പച്ചക്കറി വാഴ നടുന്നതും പച്ചക്കറി കൃഷി ഇങ്ങനെ ചെയ്യണതും. ഇപ്പം ഈ കാണിച്ച വീഡിയോയിൽ കാണിക്കുന്ന സംഭവങ്ങളൊന്നും അല്ല. ഈ പിള്ളേരിപ്പോൾ ഇത് അവർക്ക് തോന്നിയത് പോലെയൊക്കെ അവർ ചെയ്തു വെച്ചേക്കണമെങ്കിലും ഇതൊരു കാണുമ്പോൾ ഒരു പുതിയ ഒരു അനുഭവമാണ് എനിക്കിത്. പഴയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണുമ്പോൾ അതൊരു സന്തോഷമായിട്ട് തോന്നുന്നു. ഇതിനകത്ത് തെറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കട്ടെ, ഞാൻ പറയണതിലോ അല്ലെങ്കിൽ കാണിക്കുന്ന കാര്യത്തിലോ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു എനിക്ക് തോന്നണ്ട. അപ്പോൾ ഇതിപ്പോൾ ഈ സൈഡിൽ കയറിയിരിക്കണത് മുരിങ്ങാക്കോലാണ്. മുരിങ്ങയുടെ ഇതാണത് കാണുന്നത്. മറിഞ്ഞ് വീണേക്കാണത്. ഞാനൊരു 3 എണ്ണം കൊണ്ട് നട്ടതാണത്. 3 എണ്ണം നട്ട് വായു തുറന്നിട്ട് അതിനകത്തുണ്ടായി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വിത്ത് എടുത്ത് നട്ട്
അതിനകത്തുണ്ടായത് മറിഞ്ഞു വീണ് പോയി, കാറ്റടിച്ച് മറിഞ്ഞു വീഴും. അപ്പോൾ ഇതുപോലെ വാഴയൊന്നും ഇപ്പം ഇവിടെ സകല സ്ഥലത്തും വാഴയായിരുന്നു, ഒരിടക്ക് സകല സ്ഥലത്തും വാഴ തന്നെയായിരുന്നു. പപ്പായ ഉണ്ട്, നാടൻ പപ്പായ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വെച്ചതാണ്. അത് അതിനകത്ത് പപ്പായ ഉണ്ട്, പപ്പായ വലുതാവണല്ല. അപ്പോൾ അങ്ങനെ വെട്ടിക്കളഞ്ഞു. പപ്പായ കുറേ ഉണ്ട് കുഞ്ഞിതായിട്ട്, ഇത്ര കൂടുതൽ വലുതാവൂല. അപ്പോൾ പറഞ്ഞ് കൂടിപ്പോയി. അപ്പോൾ ഇന്നത്തെ